ഇന്നത്തെ പത്രത്തിലുണ്ടായിരുന്ന ന്യൂസാണ് ഇത്. അതെ, MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ മീനിങ് ഡീകോഡ് ചെയ്തെടുക്കാം. ഇറ്റ്സ് എ മിനിമം സപ്പോർട്ട് പ്രൈസ്. ഓക്കെ, അതൊരു മിനിമം സപ്പോർട്ട് പ്രൈസ് ആണ്. ഇനി ആർക്ക് കൊടുക്കുന്നു? അതായത് ഫാമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് ഗവൺമെന്റ് ഇത്ര ഒരു എമൗണ്ടിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കൊള്ളാം എന്ന് പ്രീ ഡിറ്റർമൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമുക്കറിയാം കാരിഫ് ഉണ്ട്, അതേപോലെ തന്നെ റാബി ക്രോപ്സ് ഉണ്ട്. അപ്പോൾ ആ ക്രോപ്സിന്റെ ഒക്കെ സോവിങ് എന്ന് പറയുമ്പോൾ അവര് വിതയ്ക്കുന്നതിന് മുന്നേ. ഓക്കെ, ചെറിയ ചെറിയ അർത്ഥങ്ങൾ ഞാൻ പറഞ്ഞു പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും അതിന്റെ മീനിങ് കൃത്യമായിട്ട് അറിയണമെന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ മീനിങ് പോലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സോവിങ് സീസൺ എന്ന് പറഞ്ഞാൽ അത് വിതയ്ക്കുന്നതിന് മുന്നേ തന്നെ എന്തെങ്കിലും പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് ഈ ഒരു ക്രോപ്പിന് ബോത്ത് കാരിഫിനും അതേപോലെ തന്നെ റാബി ക്രോപ്സിനും ഗവൺമെന്റ് ഒരു പ്രൈസ് നിശ്ചയിക്കും. ആ പ്രൈസിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഫാമേഴ്സിന്റെ കയ്യിൽ നിന്ന് ഈ പ്രോഡക്ട്സ് വാങ്ങും. അതിനെയാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വന്നിട്ട് ഫാമേഴ്സിന് വളരെയധികം ഉപകാരപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അതൊരു സേഫ്റ്റി നെറ്റ് പോലെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് ഫാമേഴ്സിന് വന്നിട്ട് പെട്ടെന്ന് മാർക്കറ്റിൽ ഉണ്ടാകുന്ന അതുപോലെ പ്രൈവറ്റ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് ഒരു സേഫ്റ്റി നെറ്റ് ആയിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന മാർക്കറ്റ് പ്രൈസസിന്റെ ഇടിവ്, ഷോർട്ട് ഡൗൺ, ഓക്കെ, ഈ ഉള്ള ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ഫാമേഴ്സിന് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിനാണ് ഈ ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ്. കാരണം ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. മാർക്കറ്റിന്റെ ഡിമാൻഡ് സപ്ലൈ ഒന്നും ഇതിനെ എഫക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസിന് ഒരു മാറ്റമില്ല. സോ മാർക്കറ്റിൽ എന്തൊരു ഡൗൺഫാൾ വന്നാലും ഫാമേഴ്സിന് എന്ത് ചെയ്യും? ഈ ഒരു എമൗണ്ട് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ MSP റെക്കമെൻഡ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ CACP ആണ്, ദ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ്. ഇവരാണ് MSP റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തിന്റെ ബേസിലാന്ന് വെച്ചാൽ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റും അതേപോലെ തന്നെ അതിനോടൊപ്പം തന്നെ മാർക്കറ്റ് റേറ്റ്, ആ പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ എത്രത്തോളം ഡിമാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എന്തുമാത്രം സപ്ലൈ അതിന്റെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ MSP ഡിറ്റർമൈൻ ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടിയുണ്ട്, അതാണ് ഇന്റർ ക്രോപ്പ് പ്രൈസ് പാരിറ്റി എന്ന് പറയുന്നത്. ഈ ഇന്റർ ക്രോപ്പ് പ്രൈസ് പാരിറ്റി എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താന്ന് വെച്ചാൽ ഇപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ MSP ഏകദേശം 22 ക്രോപ്സിനാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഗവൺമെന്റ് ഹൈലി ഒരു പ്രൊഡക്റ്റിന് മാത്രമാണ് MSP പ്രൊവൈഡ് ചെയ്യുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും കർഷകര് ആ ഒരു പ്രൊഡക്റ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇത് എന്തിന് കാരണമാകും? ഓവർ പ്രൊഡക്ഷന് കാരണമാകും. അതേപോലെ തന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള ക്രോപ്സ്, ചില പൾസസ് പോലെയുള്ള ക്രോപ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് MSP കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിൽ കൂടുതലായിട്ടും കർഷകർ എന്ത് ചെയ്യും? ഈ പൾസസ് പോലെയുള്ള പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. കൂടുതലായിട്ട് MSP കിട്ടുന്നത് ഏത് പ്രൊഡക്റ്റ് ആണോ ആ ഒരു പ്രൊഡക്റ്റിന് അവരുടെ ഒരു പ്രോഫിറ്റും കാര്യങ്ങളും അവർക്കൊരു സപ്പോർട്ട് നോക്കിയിട്ട് അവരെന്ത് ചെയ്യും? കൂടുതലായിട്ടും ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടും. ഇതുവഴി എന്ത് പറ്റും? എസെൻഷ്യൽ ആയിട്ടുള്ള ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്യാനോ അതേപോലെ തന്നെ ഓവറായിട്ട് ഒരു ക്രോപ്പ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം വാട്ടർ സ്ട്രെസ്സിനും അതേപോലെ തന്നെ സോയിൽ ഡീഗ്രേഡേഷനും അതെന്താക്കും? കാരണമാക്കും. അപ്പോ ഈ ഒരു കാരണം കൊണ്ട് തന്നെ എന്ത് ചെയ്യും? മാക്സിമം ഈ CACP MSP ഡിറ്റർമൈൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഇന്റർ ക്രോപ്പ് പ്രൈസ് പാരിറ്റി അവർ തമ്മിൽ, അതായത് ഈ 22 ക്രോപ്സിനാണ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 22 ക്രോപ്സിന്റെ ഈ ഒരു MSP എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്.